ഈ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ഇപ്പോൾ വന്നത്. എന്തൊക്കെ വിശദാംശങ്ങളോട് കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസുമായി തുടക്കത്തിൽ തന്നെ പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ കോടതിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അത് ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. എന്തായാലും ഇപ്പോൾ ഇന്ന് നേരത്തെ ഉണ്ടായിരുന്ന SIT സംഘത്തിൽ ADGP ഉണ്ട്, ലോ ആൻഡ് ഓർഡറിന്റെ ADGP ഉണ്ട്, ഒപ്പം തന്നെ S ശശിധരൻ IPS ചുമതല. ഈ അന്വേഷണ സംഘം വിപുലപ്പെടുത്തുകയാണ് ഹൈക്കോടതി. 2 ക്രൈംബ്രാഞ്ച് DYSPമാരെ കൂടി ഹൈക്കോടതി ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ 6 ആഴ്ചക്കകം, നേരത്തെ പറഞ്ഞതാണ്, പക്ഷേ 6 ആഴ്ചക്കകം അന്വേഷണം പൂർത്തിയാക്കുമ്പോൾ പോലും 2 ആഴ്ച ഇടവേളകളിൽ ഹൈക്കോടതിയിൽ ഈ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം കൈമാറണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിലെ സ്വർണം എവിടെ പോയി എന്നത് സംബന്ധിച്ച് ചില തിരിമറികൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഹൈക്കോടതിക്ക് ലവലേശം സംശയമില്ല. അതുകൊണ്ടാണ് സമഗ്രമായ ഒരു അന്വേഷണം, കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്ത് ഒരു അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി പ്രത്യേകമായി തന്നെ പറയുന്നത്. ഒപ്പം തന്നെ തിരിമറി നടന്നതുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും സമഗ്രമായി ഏതെങ്കിലും തരത്തിൽ പക്ഷം പിടിക്കാതെ തന്നെ, അതുകൊണ്ടാണ് നേരത്തെ ഷുക്കൂർ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ സംയമനം പാലിക്കണം. ഒപ്പം തന്നെ SIT സ്വതന്ത്രമായി വിടൂ, ഡോൺ ഡിസ്റ്റർബ് ദം എന്ന് പ്രത്യേകമായി തന്നെ ഹൈക്കോടതി വാക്കാൽ നിർദ്ദേശിക്കുക. അത് ഉത്തരവിൽ വന്നിട്ടില്ല, പക്ഷേ ചില നിർദ്ദേശങ്ങൾ കോടതി അവിടെ ഹാജരായ അഭിഭാഷകർക്ക് നൽകുന്നുണ്ട്. ഡോൺ ഡിസ്റ്റർബ് ദം എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വിജിലൻസ് ഇന്നിപ്പോൾ കോടതിയിൽ നടന്നത് പ്രാഥമികമായി കഴിഞ്ഞ തവണ നൽകിയ റിപ്പോർട്ടിന്റെ ഒരു അന്തിമ രൂപം ശബരിമല ദേവസ്വം വിജിലൻസിന്റെ ചീഫ് സെക്യൂരിറ്റി ആൻഡ് വിജിലൻസ് ഓഫീസർ ഹൈക്കോടതിയിൽ നൽകിയിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് എന്തായാലും ഇനി SITക്ക് കൈമാറാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ശശിധരനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും ഇന്ന് കോടതിയിൽ ഹാജരായത്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് സമയം DGP കൂടി കൈമാറാൻ പറയുന്നു. DGPയെ, ഈ സംസ്ഥാന പോലീസ് ചീഫിനെ ഈ കേസിൽ ഹൈക്കോടതി അധികമായി തന്നെ കക്ഷി ചേർത്തിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഒരു സമഗ്രമായ വിപുലമായ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാര്യം ലോ ആൻഡ് ഓർഡറിന്റെ ADGPക്ക് ചുമതലയുണ്ട്. അദ്ദേഹത്തിന്റെ സൂപ്പർവിഷനിലാണ് SP S ശശിധരൻ IPS ഈ കേസ് അന്വേഷിക്കുക. ഒപ്പം തന്നെ ഒരു മേൽനോട്ട ചുമതല എന്നുള്ള നിലയ്ക്കാണ് ഈ കേസിന്റെ പുരോഗതി കൃത്യമായി തന്നെ, പ്രത്യേകിച്ച് കോടതി പറയുന്ന ചില വാക്കുകളുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് ചില സുതാര്യതകൾ അനിവാര്യമാണ്. പൊതുജനങ്ങൾ, പ്രത്യേകിച്ച് അനേകായിരം ഭക്തർ അവരുടെ വിലപ്പെട്ട സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാണിക്കയായി ഒക്കെ വലിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ ശബരിമലയിലേക്ക് കാണിക്കയായി കൊണ്ടുവരുന്നുണ്ട്. അത് അന്യാധീനപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അത് ചില ആളുകൾ തന്ത്രപൂർവ്വം ചില ആസൂത്രണങ്ങൾ, ഞാൻ മനസ്സിലാക്കുന്ന ആ ഉത്തരവിന്റെ വിശദാംശങ്ങൾ കൂടി ലഭ്യമാകേണ്ടതുണ്ട്. അതിൽ ചില കാര്യങ്ങൾ കൂടി പറയുന്നത് 2019 മുതൽ ഇന്നിപ്പോൾ കോടതി അധികമായി ചില ഈ സൈഡ് റൂഫിന്റെ കാര്യം, ലിൻഡൽ ഉൾപ്പെടെയുള്ള സൈഡ് റൂഫിന്റെ കാര്യങ്ങൾ കൂടി കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൂടി ആ ആംഗിൾ കൂടി കോടതി, ഇപ്പോൾ സ്വർണ്ണപ്പാളിയുടെ വിഷയം മാത്രമല്ല, അവിടെയുള്ള സ്വർണം കൈക്കലാക്കുന്നതിന് വേണ്ടി ചില ആസൂത്രിതമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ വിശദമായി തന്നെ അന്വേഷിക്കപ്പെടണം. അതുകൊണ്ടാണ് സംസ്ഥാന പോലീസ് ചീഫ് കൂടി ഈ കേസിൽ ഹൈക്കോടതി അധികമായി കക്ഷി ചേർക്കുന്നത്. ഇതിന്റെ ഒരു ഓർഡർ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് പോലീസ് ചീഫിന്റെ സൂപ്പർവിഷൻ ഉണ്ടാകും, ലോ ആൻഡ് ഓർഡർ ADGP H വെങ്കടേഷിന്റെ സൂപ്പർവിഷൻ ഉണ്ടാകും. അതിനുശേഷമാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശശിധരൻ IPS 2 ക്രൈംബ്രാഞ്ച് DYSPമാരെ കൂടി അധികമായി കക്ഷി ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 2 പോലീസ് ഇൻസ്പെക്ടർമാരുണ്ട്. തിരുവനന്തപുരത്ത് തൈക്കാട് സൈബർ സ്റ്റേഷനിലെ ഒരു ASI കൂടി ഈ അന്വേഷണ സംഘത്തിലുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജസ്റ്റിസ് KT ശങ്കരൻ നാളെ തന്നെ സന്നിധാനത്ത് എത്തും എന്ന് കോടതി പറയുന്നുണ്ട്. അതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? ഈ ശബരിമലയിലെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ ഒരു അന്വേഷണം നടത്താൻ ഹൈക്കോടതി നിയോഗിച്ചിരുന്നു. ആ അന്വേഷണത്തിൽ ചില ഗുരുതരമായ ക്രമക്കേടുകൾ, പ്രത്യേകിച്ച് അനദർ സെറ്റ് ഓഫ് ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളി, അത് കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഹൈക്കോടതിയെ കാര്യം അറിയിക്കുന്നു. അപ്പോഴാണ് കോടതിക്ക് സ്ട്രോങ് റൂമിൽ പോലും എവിടെയാണെന്ന് അറിയാത്ത ഒരു ഘട്ടം പോലും ഉണ്ടാകുന്നത് അതീവ ഗുരുതരമാണ്. മാത്രമല്ല ഇത് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും മാറ്റിയിട്ടുണ്ടോ, അതിന്റെ മൂവ്മെന്റ് രജിസ്റ്ററിൽ പോലും കൃത്യമായി വിവരങ്ങളില്ലാത്ത അതീവ ഗുരുതരമായ ഒരു സാഹചര്യം. അപ്പോഴാണ് ഹൈക്കോടതി പറയുന്നത് ശബരിമലയിലെ സംബന്ധിച്ചുള്ള മുഴുവൻ എന്ന് പറയുമ്പം സ്ട്രോങ് റൂം ഉൾപ്പെടെ പരിശോധിക്കണം, മഹസർ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കണം. അങ്ങനെ വിലപിടിപ്പുള്ള, അതിൽ സ്റ്റോണുകൾ ഉണ്ടാകും, കല്ലുകളുണ്ടാകും, വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടാകാം, സ്വർണം ഉണ്ടാകാം, വെള്ളി ഉണ്ടാകാം, ചെമ്പ്, തകിട്, അങ്ങനെ നിരന്തരമായ ഈ ഭക്തർ കൊണ്ടുവരുന്ന വളരെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടാകാം. ഇതിന്റെ എല്ലാം സമഗ്രമായ ഒരു കണക്കെടുപ്പ് നടത്തണം. അതിന് വിദഗ്ധനായ ഗോൾഡ് അപ്രൈസർ എന്നാണ് നമ്മൾ സാധാരണ ആ ടേമിന് പറയാറ്. ഒരു ഗോൾഡ് അപ്രൈസറുടെ സേവനവും ഉപയോഗപ്പെടുത്തണം. ഒരു വിരമിച്ച ജില്ലാ ജഡ്ജിയെ നിയോഗിക്കാമെന്നായിരുന്നു ഹൈക്കോടതി ആദ്യം പറഞ്ഞത്. തൊട്ടടുത്ത ദിവസം അത് ഉത്തരവായി വന്നപ്പോൾ അന്ന് വൈകുന്നേരം ആ ഓർഡർ അപ്ലോഡ് ചെയ്തപ്പോൾ ഹൈക്കോടതിയിലെ തന്നെ ഒരു മുൻ ജഡ്ജിയെ ഈ കേസ് അന്വേഷണത്തിനല്ല, ഈ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുത്ത് അത് കൃത്യമായി ഡിജിറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു ചുമതല ഹൈക്കോടതിയിൽ തന്നെ ജസ്റ്റിസ് KT ശങ്കരനെ നിയോഗിച്ചിരിക്കുന്നു. ഇന്നലെ